ഹലോ നമസ്കാരം. സ്റ്റോറി മീഡിയയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്റ്റോറി മീഡിയയിലെ കഥ പറയുന്നത് പെയ്തു തീരും മുൻപേ എന്നുള്ളതാണ്. അപ്പോൾ ആ കഥയിൽ നമ്മുടെ രോഹിത് ഉണ്ടല്ലോ, രോഹിത് ഒരു പെൺകുട്ടീനെ വിളിച്ചുകൊണ്ട് വരും, അവളുടെ ഗേൾ ഫ്രണ്ടിനെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ നമ്മൾ അലീനയ്ക്ക് ആകപ്പാടെ വെപ്രാളാവാണ്. കാരണം ഒരു അന്യ പെൺകുട്ടീനെ വിളിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ അവൻ അതിനു മുന്നേ ഇവളോട് ചാടിക്കളിക്കുന്നൊക്കെ ഉണ്ട്, അലീനോട് ദേഷ്യപ്പെടുന്നതും ഒക്കെ ഉണ്ട്. അങ്ങനെ അവൻ വിളിച്ച് കൊണ്ടുപോവാണ് അവൻ്റെ റൂമിൽ കേട്ടോ. ആ റൂമിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാതെ മുത്തശ്ശിയോട് എങ്ങനെയാണ് പറയുക, ഇങ്ങനെ ഇവനൊരു പെണ്ണിനെ വിളിച്ചും കൊണ്ട് വന്നൊന്ന് മുത്തശ്ശിയോട് പറയാനും പറ്റില്ല. അങ്ങനെ ആകെ വെപ്രാളപ്പെട്ടുകൊണ്ട് നടക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മളുടെ രേവതിക്കുട്ടി. അങ്ങനെ അതും ഇതും കൂടെ മറിച്ചുമാണ് കാണിക്കുന്നത്. അപ്പോൾ രേവതിക്കുട്ടി അവരുടെ എന്താ പറയുക, മാമച്ചൻ്റെ മോൻ മരിച്ചിട്ടുണ്ടല്ലോ, ആ റൂം പൂട്ടിക്കിടക്കണം, അയാൾ ഉപയോഗിച്ചിരുന്ന റൂം പൂട്ടിക്കിടക്കണം. അപ്പോൾ അവൾ അതിന് അനുവാദം വാങ്ങി ആ റൂം തുറന്ന് ഓരോ കാര്യങ്ങളും അതിൽ ചെയ്യണം. ഫോട്ടോ ഒക്കെ എടുത്ത് അതിൽ പൊടി തുടക്കുന്നുണ്ട്. പിന്നെ ഫോട്ടോയുടെ മുകളിൽ എന്തോ അങ്ങനെ വിരൽ വെച്ച് എഴുതുന്നൊക്കെ ഉണ്ട് അവൾ പൊടിയിൽ കേട്ടോ. എന്നിട്ട് പിന്നെ ഒക്കെ തുടച്ച് വൃത്തിയാക്കി നല്ല നീറ്റാക്കിയിട്ട് വെക്കുന്നത് കാണിക്കാം. ഇടയ്ക്ക് തിരിച്ച് ഈ രോഹിത്തിൻ്റെയും ഇവളുടെയും സ്നേഹപ്രകടനങ്ങൾ കാണിക്കാം. അവൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ സ്നേഹപ്രകടനങ്ങൾ കാണിക്കുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചുമാണ് കാണിക്കുന്നത് കേട്ടോ. കുറച്ച് ഈ രേവതിക്കുട്ടിയുടെ ആ റൂമുകൾ വൃത്തിയാക്കുന്നതും ആ ഫോട്ടോസൊക്കെ നോക്കുന്നതും ആ മേശ വലിപ്പ് തുറന്ന് അയാളുടെ ഫോൺ എടുത്ത് ചാർജിൽ വെക്കുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ പിന്നെ എന്താ പറയുക, പിന്നെ അവസാനം നമ്മുടെ ഇവിടെ അലീനയ്ക്ക് ആകപ്പാടെ വെപ്രാളാവണം. എന്നിട്ട് അലീന പോയിട്ട് ഇവൻ്റെ റൂം പോയിട്ട് തട്ടുകയാണ്. വാതിൽ തട്ടുമ്പോൾ പെട്ടെന്ന് ഇവർ രണ്ടുപേരാകെ പേടിക്കുക, ആരെ വന്നതെന്നറിയില്ലല്ലോ. അങ്ങനെ വന്നിട്ട് ഈ പെണ്ണ് റൂമിൽ ഒളിച്ച് നിൽക്കുകയാണേ. ഒരു ബാത്റൂം പോലെ ഒരു സംഭവമുണ്ട്. ബാത്റൂമിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതാണോ ഇനി ഒരു ഡ്രസ്സിങ് റൂമാണോ എന്നറിയില്ല. കോമൺ ആയിട്ട് ചെറിയൊരു ഇതുണ്ട്, അല്ലെ ഒരു ബെഡ്റൂമിൽ തന്നെ ഒരു ചെറിയൊരു ഇതുണ്ട്. അപ്പോൾ അങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇവൻ പോയി വാതിലുറക്കുമ്പോൾ അലീനയെ കാണുമ്പോൾ പിന്നെ പെട്ടെന്ന് ദേഷ്യം വരും. അപ്പം അവർ വല്ലാണ്ട് അലീനയോട് ചൂടാവുകയാണ്, ദേഷ്യപ്പെടുകയാണ്. ഇപ്പോൾ അലീന നീ എന്തിനാണ് നിന്ന് വാതിൽ തുറന്നത് എന്ന് ചോദിക്കുന്നത് രോഹിത്. അപ്പോൾ പറയും, നിനക്ക് ചായയോ കാപ്പിയോ എന്തെങ്കിലും കുടിക്കാൻ വേണോ എന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയും. അപ്പോൾ നിന്നോട് ഞാനത് ആവശ്യപ്പെട്ടോടി എന്ന് ചോദിക്കുകയാണ്. ആവശ്യപ്പെട്ടില്ല, നീ ഇവിടേക്ക് ഒരു ഗസ്റ്റിനെ വിളിച്ചും കൊണ്ട് വന്നതല്ലേ, അപ്പോൾ ചോദിക്കേണ്ട മര്യാദ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ചോദിച്ചത്. നിനക്ക് എന്താ നാരങ്ങ വെള്ളം എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് ഇറങ്ങിയപ്പോൾ നീ പോടി വെട്ടി, നീ ആരാടി എന്നൊക്കെ ചോദിച്ചിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് അലീനയോട്. അപ്പോൾ ഈ പെൺകുട്ടി വന്നിട്ട് ഇങ്ങനെ നോക്കുക. അപ്പോൾ അല്ല കൊച്ചേ, നിൻ്റെ വീട്ടിൽ നിന്നോട് ചോദിക്കാനും പറയാനും ആരും ഇല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പിന്നെ ആ പെൺകുട്ടിയോട് ചോദിക്കാൻ അലീന, അല്ല കൊച്ചേ, നിൻ്റെ വീട്ടിൽ ചോദിക്കാനും പറയാനും ആരും ഇല്ലേ ചോദിക്കുക, നീ എന്താ അങ്ങനെ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ഇവൻ അങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. രോഹിത്ത് ചീത്ത പറയാണ്, നീ ആരടി ഇതൊക്കെ ചോദിക്കാൻ, നിൻ്റെ പണി നോക്കടി പട്ടി, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയണം. ഇവളാകെ അങ്ങനെ വരണ്ട് നിൽക്കണം, നീ നിൻ്റെ മര്യാദയ്ക്ക് നിൻ്റെ പണി നോക്കിക്കോ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മുന്നിൽ വരരുത് എന്ന് പറയും. എന്നിട്ട് നീ എൻ്റെ മുന്നിൽ വന്നൊന്ന് ഞെളിഞ്ഞ് സംസാരിക്കും, പോടി അവിടുന്ന്, നീ നിൻ്റെ ജോലി എന്താ വെച്ചാൽ നോക്കടി എന്ന് പറയും. അപ്പോൾ നാരങ്ങ വെള്ളം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ നീ നിൻ്റെ അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കടി എന്ന് പറയാണ്. അപ്പോൾ പറയാം, അമ്മയ്ക്കൊക്കെ രാവിലെ കൊടുത്തതാന്ന് പറയുന്നുണ്ട്. ഈ പൊട്ടണത് ആലോചിക്കുന്നില്ലേനും അങ്ങനെ ഒരു അലീന അങ്ങനെ ഒരു മറുപടി പറയുന്നുണ്ട് കേട്ടോ. അവിടുന്ന് പിന്നെ അലീന അങ്ങനെ തിരിച്ച് താഴത്തേക്ക് ഇറങ്ങി പോരുകയാണ്. ഇങ്ങനെ മടിച്ചാണ് പോരുന്നത്. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രേവതിക്കുട്ടി അവിടെ ഫോട്ടോ ഒക്കെ തുടച്ച് നല്ല നീറ്റാക്കി വെച്ച് അവിടെ 3 മെഴുകുതിരി കത്തിച്ച് വെച്ച് ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പറയുകയാണ്, എന്തിനാ ചേട്ടാ അത്ര പെട്ടെന്ന് പോയത്, അവർക്ക് എത്ര പപ്പയും മമ്മിയും വിട്ടിട്ട് എന്തിനാ അത്ര പെട്ടെന്ന് പോയത്, അവർക്ക് എന്ത് വിഷമമായെന്ന് അറിയുമ്പോൾ നേരത്തെ അങ്ങ് പോയല്ലേ, അവർക്ക് നല്ല വിഷമമുണ്ട്, പക്ഷെ പേടിക്കണ്ട കേട്ടോ, ഞാനുണ്ട് അവർക്ക് കൂട്ടിന് കേട്ടോ എന്നൊക്കെ അങ്ങനെ പറഞ്ഞിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ആ കുട്ടി അവിടെ നിന്നിട്ട്, രേവതിക്കുട്ടി കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ അലീന കിടന്ന് വെപ്രാളം പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വിടും. അങ്ങനെ ഒരു മുത്തശ്ശിയോട് പറയല്ലാണ്ട് നിവർത്തിയില്ല. അങ്ങനെ മുത്തശ്ശിയോട് വന്നിട്ട് പറയാം, അമ്മേ പിന്നെ രോഹിത്തിൻ്റെ റൂമിൽ ഒരു പെൺകുട്ടി ഉണ്ട് എന്ന് പറയുകയാണ്. അവനൊരു പെൺകുട്ടീനെ കൂട്ടിയിട്ടാണ് വന്നത് പറയും. ഓ, അത് പെൺകൊച്ചൊന്നും ആവില്ല, അത് ചിലപ്പോൾ മൂടി എങ്ങനെ നീട്ടി വളർത്തിയ വലിയ ആൺകൊച്ചുങ്ങളായിരിക്കും എന്ന് പറയുമ്പോൾ, അല്ല മുത്തശ്ശി, ഞാൻ കണ്ടു ഒരു പെൺകുട്ടി തന്നെയാണെന്ന് അറിയും. അപ്പോൾ പറയും, പെൺകുട്ടി അവന് തന്നെ എന്നാത്തിൻ്റെ കേടാ എന്നിങ്ങനെ പറയുന്നുണ്ട്. അവനെ ആ ഹരിയുടെ കൂടെ നടന്നിട്ടാണ് ആ ചെറുക്കൻ നാശായേക്കുന്നത് എന്ന് പറയും. അപ്പോൾ പറയും, ഞാൻ എന്താ ചെയ്യേണ്ടവർക്കും, എന്നാ ചെയ്യാൻ, നീ പെട്ടെന്ന് ഞാൻ പോയി വഴക്ക് പറഞ്ഞു, പക്ഷെ അവൻ എന്നെ വഴക്ക് പറയുക ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയും, നിന്നെ ഏൽപ്പിച്ച് പോയതല്ലേ ഈ വീട്. അപ്പോൾ അത് അവൾ അലീന പറയുന്നുണ്ട്, എന്നെ ഏൽപ്പിച്ചിട്ടാണ് ഇവിടുത്തെ സാറും കൊച്ചപ്പയും പോയിരിക്കുന്നത്, സാറും മേഡം പോയിരിക്കുന്നത്, പക്ഷേ എനിക്കത് നോക്കേണ്ട ഉത്തരവാദിത്വം എൻ്റെയാണ് എന്നിങ്ങനെ അവൾ പറയുന്നുണ്ട് കേട്ടോ.
അപ്പോൾ മറ്റേ ആ മുത്തശ്ശി പറയുന്നുണ്ട്, നിന്നെ ഏൽപ്പിച്ചതല്ലേ കൊച്ചേ, നീ നാളെ ഇതും ഒന്നും മിണ്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടമല്ലേ, അപ്പോൾ അതുകൊണ്ട് നീ പറയണം, നീ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നിട്ട് നാളെ അതാവും ഒരു പ്രശ്നം എന്ന് പറയും. അപ്പോൾ പറയും ഞാൻ പറയാം, പക്ഷേ അത് അവസാനം എനിക്ക് തന്നെ പാരയാവൂ എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, ഞാനും കൂടെ അല്ലേ, നീ ധൈര്യമായിട്ട് പറയാം, നമ്മുടെ മോൻ്റെ കാര്യം നമ്മളല്ലേ ശ്രദ്ധിക്കാൻ, അവനിങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങി എന്നാ ചെയ്യാനാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മുത്തശ്ശി ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അവസാനം പിന്നെ അലീന രണ്ടും തീരുമാനിച്ചിട്ട് അപ്പോൾ പറയാമല്ലോ, ബാലേന്ദ്രൻ സാറെ വിളിക്കാൻ എൻ്റെ അടുത്ത് നമ്പറില്ലല്ലോ മുത്തശ്ശി എന്ന് പറയണം. അപ്പോൾ പറയുന്നത് കൊച്ചേ കലണ്ടറിൻ്റെ പിന്നെ സ്വർണ്ണക്കടയുടെയും പിന്നെ മറ്റേത് തുണിക്കടയുടെയും ഒക്കെ കലണ്ടർ അവിടെ തൂക്കിയിട്ടിരിക്കുന്നുണ്ട്, അതിലുണ്ട് നമ്പർ, അതിൽ നോക്കി നീ വിളിച്ച് വിവരം പറയാന്ന് പറയാം. അപ്പോൾ അലീന അങ്ങനെ മടിച്ച് നിൽക്കുകയാണ് കേട്ടോ. അല്ല മുത്തശ്ശി ഞാനത് വിളിച്ച് ഇനി അത് ആകെ പ്രശ്നമാവെന്ന് പറയുമ്പോൾ, നീ നിൻ്റെ താഴിലെ ചെറുക്കനാണെങ്കിൽ നീ വിളിച്ച് പറയാം, നിൻ്റെ അനിയനാണ് ഇങ്ങനെ ചെയ്ത് വെച്ചാൽ നീ എന്താ ചെയ്യാമെന്ന് ചോദിക്കുകയാണ് അടുത്ത വഴിക്ക്. അപ്പോൾ അപ്പോഴാണ് അവളത് വിളിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. അപ്പോൾ നീ വിളിച്ച് പറ, ഒന്നും വരില്ല, നല്ലതാണ് നീ വിളിച്ച് പറ എന്നിങ്ങനെ പറയാം. അങ്ങനെ അലീന ഫോണെടുത്തിട്ട് വന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ് എവിടെയാണ് കലണ്ടർ തൂക്കിയിരിക്കേണ്ടതെന്ന്. അങ്ങനെ കലണ്ടർ കണ്ട് അതിന് നമ്പർ എടുത്തിട്ട് അലീന വിളിക്കുന്നുണ്ട്. അപ്പോൾ വിളിക്കുമ്പോൾ ഒരാളെടുക്കുക. അപ്പോൾ അത് ബാലചന്ദ്രൻ സാറാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല ആരാ എന്ന് ചോദിക്കും. അപ്പോൾ പറയും ഞാൻ വീട്ടിൽ നിന്നാണ് വിളിക്കുന്നത്, അലീന വിളിക്കേണ്ടതെന്ന് പറഞ്ഞാൽ മതി, ഒരു അത്യാവശ്യ കാര്യം പറയുന്ന സാറിനൊന്ന് ഫോൺ കൊടുക്കുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയും ഒന്ന് വെയിറ്റ് ചെയ്യൂ എന്ന് പറയണം. അങ്ങനെ ആണ് ഇന്നത്തെ അവളങ്ങനെ ഫോണും പിടിച്ച് നിൽക്കുന്നതാണ് ഇന്നത്തെ നമ്മളുടെ പെയ്തു തീരും മുൻപേ എന്നുള്ള സീരിയലിൻ്റെ ഒരു ചെറിയ കഥ കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഷോർട്ടാക്കിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട, സീരിയലും കാണുക. അതുപോലെ തന്നെ എൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.